ശ്യാംകുമാർ ചേർന്നു. ശ്യാം, ഈ കോടതി വിധി മൊത്തത്തിൽ വായിച്ചാൽ ഏറ്റവും ശക്തമായ, ഏറ്റവും സ്ട്രോങ് ആയ ഒരു പ്രസ്താവന, ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം. അതിലെ പല പല സ്ത്രീകൾ, അത് അവർ ചെറുതോ വലുതോ ആവട്ടെ, അവർ സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നു എന്നതടക്കം ഒരു വിലപ്പെട്ട ഡോക്യുമെന്റ് ഇന്നത്തെ കോടതി ഉത്തരവ്. ശ്യാം, തീർച്ചയായും ഹൈക്കോടതി വിധി, ഇന്ന് വന്ന ഹൈക്കോടതി വിധി സിദ്ദിഖ് കേസിൽ, അത് സമൂഹത്തിന് മുന്നിൽ ഒരു വലിയ സ്ത്രീകൾക്കുള്ള ഒരു പരിചയമായി കൂടി ഉപയോഗിക്കാവുന്ന വിധിയാണ്. കാരണം ഈ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി ഹൈക്കോടതി പറയുന്നത് പരാതിക്കാരിയെ ആക്രമിക്കുന്നത് അത് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പരാതിക്കാരിയെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞ ആ വിമർശനങ്ങൾക്ക് കോടതി കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു. അതിന്റെ സിദ്ദിഖിന്റെ വാദങ്ങൾക്കും രൂക്ഷമായ വിമർശനം. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്, പരാതിക്കാരിക്കെതിരായി സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ല എന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചപ്പോൾ കോടതി ഇടപെട്ടത്. ലൈംഗിക അതിക്രമത്തിനിരയായി എന്നത് പരാതിക്കാരിയുടെ സ്വഭാവത്തെ വിലയിരുത്തരുത്, പരാതിക്കാരിയുടെ അതിജീവനത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് സമൂഹത്തോട് കോടതി പറയുന്നുണ്ട്. അതിജീവിതമാർക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നും പ്രതിഭാഗത്തിന്റെ വാദങ്ങളോട് കോടതി ഇത് പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് മുന്നോട്ട് വരാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് കോടതി പറയുമ്പോൾ ആ വാദഭാഗത്ത് ബി രാമപിള്ളയെ പോലെ ഒരാൾ വാദിക്കേണ്ട വാദമാണോ എന്ന് പറഞ്ഞാൽ അവരിന്ന് പ്രതീക്ഷിക്കുന്ന വാദമാണോ? ഈ പെൺകുട്ടി ഔട്ട്സ്പോക്കൺ ആണ്, ആർക്കെതിരെയും എന്തും പറയാൻ തയ്യാറായ ഒരു പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ 2014 എന്തോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇതൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ വായിച്ചാൽ, നിയമത്തിൻ്റെ ബാലപാഠങ്ങൾ മാത്രം അറിയാം, നമുക്ക് തന്നെ വായിച്ചാൽ ഇതെന്തൊരു മണ്ടം വാദമാണ് എന്ന് തോന്നുന്ന വാദമുഖങ്ങളാണ് എന്താണ് ആ ഉത്തരവിൻ്റെ രാമപിള്ള വക്കീലും കൂട്ടാളികളും വാദിക്കുന്ന വാദഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാവുക. അത്ഭുതകരമാണ് ദിശാം. തീർച്ചയായും. പക്ഷേ അത്തരത്തിലുള്ള വാദങ്ങൾക്കുള്ള മറുപടിയെല്ലാം നൽകിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നതാണ് ആ വിധി വായിക്കുമ്പോൾ. കാരണം ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ അന്തസ്സ് എങ്ങനെ ഉയർത്തിപ്പിടിക്കണം, അവരെ ഒരു ലൈംഗിക അതിക്രമ പരാതിയിൽ അവർ ഉന്നയിച്ചാൽ അതിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരുടെ അന്തസ്സ് ഇടിച്ചു കളയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകരുതെന്നൊരു വാണിംഗ് കൂടിയാണ് ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമൂഹത്തിൽ സ്ത്രീകൾ ബഹുമാനം അർഹിക്കുന്നുണ്ട് എന്ന് കോടതി പറഞ്ഞു വെക്കുമ്പോൾ പ്രതിഭാഗം അത്രയും നേരം ആ അതിജീവിതയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തള്ളുന്നു എന്ന കോടതി പറയാതെ തന്നെ പറഞ്ഞു വെക്കുകയാണ്. അതിന് പുറമെ കോടതി പറയുന്ന, സിദ്ദിഖിനെതിരായിട്ട് കോടതി പറയുന്ന ഒരു പരാമർശമുണ്ട്. അത് സിദ്ദിഖിനെതിരെ ഉള്ള പരാതി ഗൗരവതരം, സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യം. ഇത് പറയുന്നത് കേരള ഹൈക്കോടതിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ വിധി വരുമ്പോഴേക്കും സിദ്ദിഖ് മുങ്ങിയിരുന്നു എന്നുള്ളത്, സിദ്ദിഖ് അകത്തു പോകുമെന്ന് എത്രത്തോളം പേടിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുള്ളത്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് തടസ്സമാകുന്ന ഈ ഹൈക്കോടതി ഉത്തരവ് വേറൊരു തരത്തിൽ ഈ അന്വേഷണ സംഘത്തിന് മുന്നിലും ചില ചോദ്യങ്ങൾ വയ്ക്കുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു കേസിലെ പ്രതിക്ക്, ആ പ്രതിയെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തോടും ചോദിക്കാം. അപ്പോൾ അത്തരമൊരു സാഹചര്യം ഈ അന്വേഷണ സംഘവും മുൻകൂട്ടി കാണണം പ്രതിഭാഗം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്നതുകൂടി ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് സ്വാഭാവികമായും അറസ്റ്റ് എന്നത് അനിവാര്യമാകുന്നുണ്ട്. അത് ഈ കേസിൽ മാത്രമല്ല, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചത് അത്യാവശ്യവുമാകുന്നുണ്ട്. അതുകൊണ്ടാകും ഇപ്പോൾ വളരെ തിരക്ക് കൂട്ടി ഹോട്ടലുകളിലൊക്കെയുള്ള പരിശോധനയും ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിയെ തേടി പോലീസ് നടത്തുകയും ചെയ്യുന്നു. ഇന്നലെ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഒരു പക്ഷേ ഈ പാലാരിവട്ടത്തോ അല്ലെങ്കിൽ തൃക്കാക്കരയോ ഒക്കെയുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഈ ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖ് ഒന്നോ അതിലധികമോ തവണ അദ്ദേഹത്തിൻ്റെ ആഡംബര വാഹനത്തിൽ പോയിട്ടുണ്ടാകാം, പോലീസ് കണ്ടിട്ടുണ്ടാകാം, ചിരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിന് സിദ്ദിഖിനെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു, നിയമപരമായൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ അറസ്റ്റ് അനിവാര്യമാണെന്ന് കോടതി പറയുമ്പോൾ സിദ്ദിഖിനെ തേടി അന്വേഷണ സംഘവും പോലീസിൻ്റെ പ്രത്യേക സംഘവും എറണാകുളം ജില്ലയിലാകെ അരിച്ചു പറക്കുകയാണ്. ഇതുവരെ സൂചനകളൊന്നുമില്ല. ഹോട്ടലുകളൊക്കെ തിരയുന്നു. നമ്മൾ തിരച്ചിലിൻ്റെ, പോലീസ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് മടങ്ങി വരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം.